ഹലോ, ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയാലോ? നമ്മൾ പല രീതിയിലും ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കില്ലേ? അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയാൽ എങ്ങനെയുണ്ട്? കാരണം ഇത് അതീവ ടേസ്റ്റിൽ തയ്യാറാക്കിയ ചിക്കൻ റോസ്റ്റാണ് കണ്ടോ. കാരണം കുറച്ച് സമയം നമ്മളെടുത്ത് ചെയ്താൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാം. അല്പം ക്ഷമയോടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. സാധാരണ ഒഴിക്കുന്നതിനേക്കാൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ അധികം ഒഴിക്കണം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് മൂപ്പിക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരണം. അത് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഇടാൻ പാടുള്ളൂ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അത് മൂത്തത് ഇങ്ങനെ കളർ ചേഞ്ചായി വരുന്ന സമയത്തേക്ക് നമുക്ക് 3 4 വറ്റൽമുളക് ഞാൻ മുറിക്കാതെ തന്നെ അതിലേക്കിട്ടു. അതും കൂടെ അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. അത് ഇളക്കി നന്നായിട്ട് ഇനിയിപ്പോൾ വെളുത്തുള്ളി മൂക്കാനുള്ള സമയമായി. ഇത് മൂത്ത് വന്നു, നന്നായിട്ട് മൂത്തു. ഇനി നമുക്കതിലേക്ക് ഒരു 4 അല്ലെങ്കിൽ 5, എനിക്കിത് നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, ആ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടു. ഞാൻ സവാള ഒരു 2 സവാളയാണ് എടുത്തത്. അതും വളരെ കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട, സവാള ഇതുപോലെ വളരെ കനം കുറച്ചരിഞ്ഞെടുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കണം. അടച്ചു വെച്ചിത് നീരിറക്കി വേവിക്കാതെ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് സവാള വഴറ്റിയെടുക്കണം. ആ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് സവാള മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെന്ത് സവാള അങ്ങ് കുഴയും, അതിന് വേണ്ടിയിട്ടാണ് വളരെ കനം കുറച്ച് അരിയാൻ പറഞ്ഞത്. എത്രത്തോളം കനം കുറച്ച് നമുക്ക് അരിയാൻ പറ്റുമോ അത്രത്തോളം കനം കുറച്ച് തന്നെ ഇത് അരിഞ്ഞെടുക്കണം. സവാള നന്നായിട്ട് വഴറ്റി മൂക്കട്ടെ. മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമുക്കിനി മറ്റ് സാധനങ്ങൾ ചേർക്കാൻ പറ്റുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാണുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. ഇനി നോക്കൂ, നമുക്ക് സവാള നന്നായിട്ട് വഴന്നു വരുന്നുണ്ട്. ഏകദേശം പരുവമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ചുകൂടെ ആവണം കളർ ചേഞ്ചായിട്ട്. എന്നാൽ ഇത് നന്നായിട്ട് കുഴഞ്ഞു വരുകയും വേണം. ആ പരുവത്തിലേക്ക് സവാള മാറണം കേട്ടോ. ആ പരുവമാകുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ സവാള ഇങ്ങനെ ടൈം എടുത്ത് വഴറ്റി എടുക്കുന്നതാണ് കേട്ടോ. അതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് മൊത്തം. എത്രത്തോളം സമയമെടുത്ത് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്ഷമയോടെ തന്നെ നമ്മൾ ഈ സവാള വഴറ്റി എടുക്കണം. ഈ സവാള ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഇതുപോലെ വഴറ്റി അത് വളരെ അളവങ്ങ് കുറഞ്ഞങ്ങ് കുഴമ്പ് പോലെ ആവും കേട്ടോ. ആ പരുവം ആകുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. ഈ സവാള ഇങ്ങനെ റെഡിയാവാതെ നമ്മൾ വേറെ എന്തെങ്കിലും ചേർത്താൽ സവാള വെന്ത് കുഴഞ്ഞു വരത്തില്ല കേട്ടോ. അടച്ചു വെച്ച് വേവിച്ചാലും ടേസ്റ്റ് മാറും. അതുകൊണ്ടാണ് ഞാനിത് അടച്ചു വയ്ക്കാതെ തുറന്ന് വെച്ച് തന്നെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണമെന്ന് പറഞ്ഞത്. ഇത് ഞാൻ ഇട്ടപ്പോൾ 2 വലിയ സവാളയായിരുന്നു, അളവ് കുറഞ്ഞ് വന്നുള്ളത് ഇപ്പം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ പരുവത്തിലേക്ക് ഞാനൊരു 4 ചെറിയ തക്കാളി അരിഞ്ഞതാണ് കേട്ടോ, അത് അതിലേക്ക് ചേർത്തു. അതും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി ഇതിനെ ഈ തക്കാളിയുടെ നീരിറങ്ങി ഇത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വരണം കേട്ടോ. അതുവരെയും നമ്മൾ ഇതുപോലെ ഇളക്കി തക്കാളിയും വേവിച്ച് അതിൻ്റെ ഉള്ളിയോടൊപ്പം ചേർക്കണം. തക്കാളി ചൂടാകുമ്പോൾ അതിൻ്റെ നീരിറങ്ങി വന്ന് വേവാൻ തുടങ്ങും. വളരെ സമയമൊന്നും എടുക്കില്ല തക്കാളി റെഡിയായി വരാൻ. ഇതിൽ ഏറ്റവും കൂടുതൽ താമസം വരുന്നത് ഉള്ളി വഴറ്റിയെടുക്കാനാണ് കേട്ടോ. ഉള്ളിക്ക് കുറച്ചധികം സമയം എടുക്കും, കാരണം ക്ഷമയോടെ നിന്ന് മാത്രമേ ഉള്ളി വഴറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വഴറ്റിയെടുത്താൽ മാത്രമേ ഈ ചിക്കൻ റോസ്റ്റ് ഇത്രയും ടേസ്റ്റി ആകത്തുള്ളൂ. അത് നമ്മൾ പെട്ടെന്ന് അടച്ചു വെച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ടേസ്റ്റ് കുറയും. ഇതുപോലെ ആകുമ്പോൾ തക്കാളി ഇതുപോലെ സ്പൂൺ കൊണ്ട് ഒന്ന് നന്നായിട്ട് ഉടച്ച് ഉള്ളിയുമായിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചേർക്കുക. ചേർത്ത് അത് നന്നായിട്ട് കുഴഞ്ഞു കഴിഞ്ഞു. തക്കാളിയും ഒട്ടുമില്ലാത്ത വിധത്തിൽ, അതായത് പീസുകളൊന്നും കിടക്കാത്ത പാകത്തിൽ നമ്മളതിനെ ഇളക്കി ചേർക്കണം കേട്ടോ. ഇനി ഇളക്കി ചേർത്ത് അങ്ങനെ വന്നതിന് ശേഷമേ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാൻ പറ്റൂ. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ. വലിയ 2 സവാളയാണ് ഞാൻ ചേർത്തത്. അത് ഈ പരുവായി നന്നായി വന്നപ്പോൾ ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. അതിലാദ്യം മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കുക, പിന്നെ മല്ലിപ്പൊടി ചേർക്കുക. ഇതൊക്കെ ഓരോരുത്തരുടെയും
ടേസ്റ്റാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഓരോരുത്തർക്കും പല അളവാണ്. അതാണ് ഞാൻ കൃത്യമായ അളവ് പറയാത്തത്. എനിക്കാണെങ്കിൽ വളരെ എരിവ് കുറവാണ്. പിന്നെ ഗരം മസാലപ്പൊടി ചേർക്കണം. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കണം. നമ്മളൊക്കെ ഇവിടെ മല്ലിയോടൊപ്പം ഉലുവ പൊടിച്ച് വെക്കാറുണ്ട്. സെപ്പറേറ്റ് അത് ചെയ്യാത്തവർ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതിൽ ഇളക്കി മസാലയുടെ പച്ചമണം മാറ്റിയെടുക്കണം. അതിന് ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കണം. ഇളക്കി വരുമ്പോൾ മസാല മൂത്ത് നല്ല റെഡിയായി വരും. മൂത്ത മണം നമുക്ക് കിട്ടും. ആ മണം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാൻ പറ്റുള്ളൂ. അത്രയും സമയം നമ്മൾ മസാല ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് പച്ചമണം മാറ്റിയെടുക്കണം. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പച്ചമണം മാറി കിട്ടിട്ടില്ല. അപ്പോഴത്തേക്കും ടേസ്റ്റ് വേറെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഈ എണ്ണയിൽ ഈ ഉള്ളിയിലും തക്കാളിയുടെ ഒപ്പം കിടന്ന് അതിൻ്റെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർക്കുന്നത് ഞാനാണെങ്കിൽ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് കണ്ണുള്ള പാത്രത്തിൽ വെള്ളം തോരാനായിട്ട് വെച്ചിട്ടാണ് ഈ ഉള്ളി അരിഞ്ഞ് മസാലയൊക്കെ വഴറ്റി വന്നത്. അത്രയും സമയം വെള്ളം മാർന്നിരുന്ന ചിക്കനാണ് കേട്ടോ ഇത്. അല്പം പോലും വെള്ളം ഇല്ലാതെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. ഇട്ടിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി ചേർക്കാം. നന്നായിട്ട് ആ മസാലയും ചിക്കനും തമ്മിലൊന്ന് മിക്സ് ആവണം. ആ രൂപത്തിൽ മിക്സാക്കാൻ പാകത്തിന് ഇളക്കി ചേർക്കണം. ഞാൻ വെച്ച പാത്രം സ്വല്പം ചെറുതായിപ്പോയി. അതുകൊണ്ട് ഇളക്കാനൊരു സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. ഇനി ഈ പാത്രം മാറ്റിയാൽ ടേസ്റ്റ് പോകും. അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയില്ല. അതിൽ തന്നെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി ചേർത്ത് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ്റെ ജ്യൂസ് ഇറങ്ങി ഒന്ന് വേവണം. വേവാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെച്ചാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. കാരണം നമ്മൾ അല്പം പോലും വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല. അതുമാത്രമല്ല ചിക്കൻ ഞാൻ അരമണിക്കൂറിൽ കൂടുതൽ കണ്ണൻ പാത്രത്തിൽ വെള്ളം തോരാൻ വാർത്ത് വെച്ചതാണ്. കാരണം ഒട്ടും വെള്ളം ഇതിന് ആവശ്യമില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അത് ജ്യൂസ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ തുറന്ന് ആദ്യം ഇളക്കി. പിന്നെ ഒരുപാടിട്ട് നമ്മൾ ഇളക്കിയാൽ വെന്ത് കഴിഞ്ഞിട്ടാണ് ഇളക്കുന്നതെങ്കിൽ ചിക്കൻ പൊടിഞ്ഞു പോകും അതിൻ്റെ പീസുകളെല്ലാം. അതുകൊണ്ട് അതിന് മുമ്പ് നമ്മളിതുപോലെ ഇളക്കി കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിം അതിലേക്ക് മാറ്റി തീ കുറച്ച് വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചിക്കൻ വേവുന്ന ദൂരം എങ്ങനെയാണ് ചെയ്യുന്നത്? നോക്ക്, നിറയെ ജ്യൂസ് ഇറങ്ങി ഈ ജ്യൂസിൽ തന്നെ ചിക്കൻ വെന്തോളും. എത്ര വെള്ളം വാർത്ത് കളഞ്ഞാലും ചിക്കനിൽ ആവി കയറുമ്പോൾ ഇതേപോലെ അതിൻ്റെ ചിക്കൻ്റെ ജ്യൂസ് ഇറങ്ങി വരും. ചിക്കൻ നന്നായി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തുറന്ന് വെച്ച് തന്നെ പിന്നീട് ഇതേപോലെ ഇളക്കി ഇതിനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതിനെ വീണ്ടും ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമുക്ക് ഗ്രേവിയല്ല, റോസ്റ്റാണല്ലോ. അപ്പോൾ ആ പരുവത്തിലേക്കാക്കി നമുക്ക് എടുക്കണം. ആ പരുവമായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതുപോലെ തുടരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം കേട്ടോ. അതായത് ചിക്കൻ പൊടിഞ്ഞു പോകാതെ തന്നെ ഒന്ന് ഇളക്കി നമ്മൾ ആ ഗ്രേവി കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം. വറ്റിച്ച് അത് കുറുകെ റോസ്റ്റായി വരണം. ആ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫായേക്കാം. ഇപ്പം എനിക്ക് ഏകദേശം ആ പരുവമായിട്ടുണ്ട്. ഗ്രേവിയൊന്നുമില്ല, അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഗ്രേവി മാത്രമേ ഉള്ളൂ. അതായത് ചിക്കന് പൊതിഞ്ഞിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാവും. കഴിക്കാനോ അതീവ ടേസ്റ്റുമാണ്, നല്ല മണവുമാണ്. ഇതിൻ്റെ മണം നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, ചുറ്റുവട്ടത്തെ വീടുകളിലൊക്കെ പരക്കും. അത്ര മണമാണ് ഇതിന്. ഇനിയോ ഇത് കഴിച്ചു നോക്കിയാലോ? ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്ര ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാം. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പിന്നെ വിചാരിക്കും ഇത് ചെയ്താൽ പിന്നെ എപ്പോഴായാലും ചിക്കൻ റോസ്റ്റ് ഇത്രയും സമയമെടുത്ത് ചെയ്യാമെന്ന്. നോക്കൂ, കണ്ടിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ വീഡിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കണേ. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കരുത്. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ.